പക്ക ഒരു ഫാൻ ബോയ് പടം, പക്ക ഒരു തിയേറ്ററിക്കൽ കൊമേഴ്ഷ്യൽ മാസ് എന്റർടൈൻമെന്റ് പടം, പക്ക പക്ക പീക്ക് ലെവൽ എന്റർടൈനിങ് പടം. ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞിട്ടുള്ള അജിത്തിന്റെ പുതിയ സിനിമയുടെ ടീസർ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് മുന്നേ റിലീസ് ചെയ്തു. ഏപ്രിൽ 10-നാണ് റിലീസ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. എൻ്റെ മോനെ ഇജാതി ടീസർ കണ്ട് അതാ ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു ഒരു പക്ക ഫാൻ ബോയ് ട്രീറ്റ് പടം. അദിക് രവിചന്ദ്രനാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. നമുക്കറിയാം പുള്ളിയുടെ ലാസ്റ്റ് പടം എന്ന് പറയുന്നത് മാർക്ക് ആന്റണി ആയിരുന്നു. അദ്ദേഹം ഏതൊരു ലെവലിലുള്ള റൈറ്റ് ആയിരുന്നു നമുക്കറിയാം. അതേ ഒരു ടോണിൽ അതേ ഒരു വൈബ് കിട്ടുന്ന ഒരു പടത്തിന്റെ ഒരു രീതിയിൽ തന്നെയാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. അതായത് ഫ്രെയിംസ് ഒക്കെ എന്ന് പറഞ്ഞാൽ എന്തൊരു ഫ്രെയിംസ്, റിച്ച് ഫ്രെയിംസ് വെച്ചാൽ സിനിമാറ്റോഗ്രഫി എന്നുള്ളതിൽ മീനിങ് ഫുൾ ആയിട്ടില്ല ഞാൻ പറയുന്നത്. ഒരു തിയേറ്ററിൽ നമ്മൾ സിനിമ കാണാൻ പോയി കഴിഞ്ഞാൽ ആ സ്ക്രീനിൽ നമുക്ക് എങ്ങനെ വിഷ്വലി ഗ്രാൻഡർ ആയിട്ടുള്ള ഒരു സാധനം തരണം, അതാണ് സാധനം തന്നിരിക്കുന്നത്. എത്ര ലുക്സ് അമ്പോ, ഓരോ കട്ടിൽ ഓരോ ലുക്സ്, ഇജാതി സാധനം. GVM ആണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അദിക് രവിചന്ദ്രനാണ് ഡയറക്ടർ ചെയ്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രഫിയുടെ പേര് നോക്കാൻ വിട്ടുപോയുടെ. അയ്യോ, ആ ലെവലിലാണ് ഓരോ ഫ്രെയിംസും, ഓരോ ബീറ്റ് 1.5 മിനിറ്റേ ഉള്ളു സാധനം. പക്ഷെ നമുക്കറിയില്ല, ഒരു ഫെസ്റ്റിവൽ, ഒരു ദീപാവലിക്ക് നമ്മളൊരു ഉത്സവത്തിന് പോയി കഴിഞ്ഞുള്ളൊരു പ്രതിനിധി ഇല്ലേ, ആ ഒരു ലെവലിലുള്ള ഒരു ഐറ്റാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് അജിത് കുമാർ ലിറ്ററലി AK എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ഫാൻ ബോയ് സാധനം. പുള്ളിയുടെ അജിത് കുമാർ ഫാൻ തന്നെയാണ്. അപ്പൊ ആ ഒരു ഫാനിന്റെ ബേസിൽ ഒരു ഡയറക്ടർ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് കാണിക്കുന്ന രീതിയിലാണ് ഓരോ ഫ്രെയിംസും. ഒരു കഥയൊന്നും ഒരു പിടുത്തം കിട്ടുന്നില്ല. ഒരു ഗാങ്സ്റ്റർ പടാന്നുള്ളത് ഫീൽ ചെയ്യുന്നുണ്ട്. ഡബിൾ റോൾ ആണോ ട്രിപ്പിൾ റോൾ ആണോ, ഗുഡ് ബാഡ് അഗ്ലി എന്നുള്ള പേര് തന്നെ സൂചിപ്പിക്കുന്ന എന്താണെന്നുള്ളത് പടം കണ്ടു തന്നെ അറിയണം. എന്തായാലും 100% തിയേറ്ററിൽ പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ മക്കളെ ലിറ്ററലി അതന്നെയാണ് പുള്ളി ലാസ്റ്റ് പറയുന്ന ഡയലോഗ്. അതന്നെയാണ്, ഡാർലിങ്സ് മിസ്ഡ് യു ഓൾ. നമ്മൾ അതന്നെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. പുള്ളിയുടെ ആ ഒരു വൈബ് പടം, പുള്ളിയുടെ തിയേറ്ററിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നൊരു വൈബ് ഉണ്ടല്ലോ, അത് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഫാൻസ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പം അത് പുള്ളി എന്നാ പിടിച്ചതും പറഞ്ഞ് തന്നിരിക്കുകയാണ് ഓപ്പണായിട്ട്. ഒരു അഴിഞ്ഞാട്ടം എന്നല്ലടെ, എന്ത് ആറാടുകയാണെന്ന് പറയുന്ന പോലെ തന്നെ അവസ്ഥ. GVMന്റെ മ്യൂസിക് ഒരു രക്ഷയില്ല. മമ്മേ, ഏപ്രിൽ 10th മമ്മേ. പുള്ളിയുടെ വിടാമൂർച്ച എന്ന് പറയുന്ന സിനിമ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. കാരണം അത് അതിൻ്റെ റിവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവിടെ റിവ്യൂ കൊടുക്കാൻ നിങ്ങളതിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പടം തിയേറ്ററിൽ നല്ല നെഗറ്റീവ് വരുന്നുള്ളത്. കാരണം അത് ഫാൻസിന് ഒരിക്കലും ഇഷ്ടപ്പെടില്ല, അവരെ അക്സെപ്റ്റ് ചെയ്യില്ല ഒരു പടം. പക്ഷെ ഭയങ്കര ഫ്രഷ്നെസ് കിട്ടിയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. പടം പൊട്ടി, തിയേറ്ററിൽ പൊട്ടി പടം. അപ്പോൾ ഇതിലും തൃശ്ശേനാണ് നായികയായിട്ട് വരുന്നത്. ഒയ്യോ, സെയിം കോംബോ. എന്തായാലും ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആ ഒരു ക്ഷീണം, വിടാമൂർച്ച എന്ന് പറയുന്ന സിനിമയിൽ തീർത്തിട്ടുള്ള ഒരു ക്ഷീണം, അതിൽ വന്നിട്ടുള്ളൊരു ക്ഷീണം ഇവിടെ തീർന്നുള്ളത് കാണുമ്പോൾ തന്നെ ഉറപ്പാണ്. ഫാൻസ് നിങ്ങൾക്ക് 100% വിശ്വസിച്ച് ടിക്കറ്റ് എടുത്തോ. ആ രീതിയിൽ ഇജാതി ട്രീറ്റ് ആയിരിക്കും. ഒരു ഫാൻ ബോയ് ഡയറക്ടർ എന്നുള്ള രീതിയിൽ വരുന്ന സമയത്ത് അവരൊരു ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇപ്പം ഇത് എനിക്ക് കണ്ടപ്പോൾ കറക്റ്റ് ആ ഒരു മാർക്ക് ആന്റണിയുടെ സെയിം വൈബിനെ കിട്ടിയിട്ടില്ല. ആ ലെവലിൽ ഇങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ, ഗ്രാൻഡ് ആയിട്ടുള്ള വിഷ്വൽസ്, ലൈറ്റിംഗ് ആയാലും അതിൻ്റെ ഒരു മൂഡായാലും വൈബായാലും ഒക്കെ സെയിം സാധനം. അത് ആ ലെവലിൽ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കഥയും ലോജിക്കൊക്കെ മാറ്റി വയ്ക്കുക. അത് നമുക്കറിയാമല്ലോ. അതൊക്കെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് തലച്ചോറ് ഊരി ഫ്രിഡ്ജിൽ വെക്കുക, ഫ്രീസറിൽ വെക്കിയിട്ട് ലോക്കറിട്ട് പൂട്ടിയിട്ട് തിയേറ്ററിൽ പോവുക. നമ്മൾ 2.5 മണിക്കൂർ എൻ്റർടൈൻ ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് കാണാൻ പറ്റിയൊരു പടം അതായിരിക്കും എന്നുള്ളത് തോന്നുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇതൊരു ടീസർ മാത്രമാണ്. 2.5 മണിക്കൂർ സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് വിഷ്വൽസ് കട്ട് ചെയ്തിട്ടാണ് ഒരു ടീസർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രം സിനിമ ഹംബോ എന്നായിരിക്കും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതിന് സിനിമ വരുവാനാണ്. പക്ഷെ അത് നമുക്കുള്ളിൽ സൈക്കോളജിക്കലി ഇൻവോൾവ് ചെയ്യിക്കുന്ന ഒരു എലമെന്റ് ഉണ്ടല്ലോ, അത് കിട്ടി. അതായത് ഇത് പോയി കാണണം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതാണല്ലോ ടീസർ എന്ന് പറയുന്നത്. ടീസയിലാണ്. ആ ടീസിലൂടെ നമുക്ക് ഉള്ളിൽ സ്പാർക്ക് അടുപ്പിക്കാൻ പറ്റിയ ആ ലെവലിലുള്ള ഒരു ടീസറായിട്ട് എനിക്ക് തോന്നി. AK അത് ലിറ്ററലി അവർ അതിൽ പറയുന്നത് തന്നെയാണ്. AK എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് പറയുന്നതും. അതായത് ആ ലെവലിൽ ഒരു പീക്ക് എന്റർടൈനിങ്, പീക്ക് കൊമേഴ്ഷ്യൽ പടം എന്നുള്ളത് 100% ഗ്യാരണ്ടീഡ് ആണ്. ബാക്കിയൊക്കെ സിനിമ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി ഭയങ്കരമായിട്ട്. അതായത് ഒരു തമിഴ് പടം, അജിത് കുമാറിൻ്റെ ഒരു തമിഴിലുള്ള ഒരു കൊമേഴ്ഷ്യൽ ടെംപ്ലേറ്റിൽ വരുന്ന ഒരു പടം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അതിൽ വേണം, എങ്ങനെയൊക്കെ അത് ചെയ്യണം, എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം, തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ആ സൗണ്ട് സിസ്റ്റത്തിൽ ഏത് മ്യൂസിക് വേണം, ഏത് വിഷ്വൽ വേണം, അത് കൃത്യമായിട്ട് എണ്ണി എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് കമൻറ്റ് ബോക്സ് വന്ന് പറയാം. എന്തായാലും ടീസർ കിട്ടുവാണ്.
ഏപ്രിൽ 10 അപ്പോൾ ബസോക്കിയും ഇതും ഒപ്പറാണ് റിലീസ് എന്നുള്ളതാണ് കൺഫേം ആയിട്ടുള്ളത്. ഏകദേശം രണ്ടും ഒരേ ഡേറ്റ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ 27 നമ്മളുടെ എമ്പുരാൻ വരുന്നത്. ഓക്കെ, ട്രീറ്റ് ഉണ്ട് എല്ലാ രീതിയിലുള്ള ട്രീറ്റ്സ് വരുന്നുണ്ട് വെക്കേഷൻ സമയത്ത്. സോ ടീസർ കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് കമൻറ്റിൽ പറയാം. ഓക്കെ, അപ്പോൾ സീ യു സൂൺ.